ഹലോ, സമയം ഇപ്പം 7 മണിയാവാൻ പോണു, 6:30 ഇപ്പം ദാ ഫുഡൊക്കെ കഴിച്ച് ഇവിടെ നിൽക്കുന്നു. ഇനി റെഡി ആവണം. ജോക്കർ പാൻറ്റ്, ഗോവ ഷർട്ട്. പിന്നെ ഇന്ന് അവളുടെ ബർത്ത്ഡേ ആണ്, അപ്പോൾ സർപ്രൈസ് ഉണ്ട്. കുഞ്ഞമ്മ ഞാൻ പോണേന്നും പറഞ്ഞിട്ടില്ല. പിന്നെ അവിടെ ഒരു പട്ടിയുണ്ട്, അതിൻ്റെ ഒരു പേടിയുണ്ട്. അപ്പോൾ കുഞ്ഞമ്മ അതിനെ കെട്ടിയിടാമെന്ന് വാക്കൊക്കെ തന്നിട്ടാണ് ഞാൻ ഇവിടെ നിന്ന് പോകുന്നത്. പിള്ളേരാണെങ്കിൽ പേടിപ്പിക്കാൻ വേണ്ടി ദേഹത്തൊക്കെ എടുത്ത് വെച്ചിരും. എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ എനിക്ക് പേടിയാണ്. കടിയുണ്ട്, ഇഞ്ചക്ഷൻ വെക്കണം. ഒരു കഴിഞ്ഞ വർഷം പൂച്ച കടിച്ച് വയറിലായതേ എനിക്ക് ഓർമ്മയുള്ളൂ, പിന്നെ ഒന്നും എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ അങ്ങനെയുള്ളൂ. ഇപ്പം ഇങ്ങനെ കൂറടിച്ചാണ് പോണേ. തിരിച്ചു വരണത് രാത്രിയാണ്. അപ്പം പിന്നെ അനിയത്തിയുടെ ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് അമ്മൂമ്മയുടെ വീട്ടിലോട്ട് പോവാണ്. 3 ബസ് കാരണം. കുഞ്ഞമ്മയോടെയാണ് യാത്ര, ലോങ് ആണ്. അത് കഴിഞ്ഞ് കുഞ്ഞമ്മ ചായയൊക്കെ കുടിച്ച് നമ്മൾ ഒരു ബസ്സും കൂടെ കയറിയപ്പോഴത്തേക്കും നമ്മൾ വീട്ടിൽ ആ സൈഡ് എത്തിയിട്ടുണ്ടായിരുന്നു. വീട്ടിൻ്റെ അങ്ങോട്ട് നടന്നു പോയിക്കൊണ്ടിരുന്നപ്പോൾ ആത്തിച്ചക്കയും സപ്പോട്ടയൊക്കെ കണ്ട്. നെയ്യാറ്റിൻകര ആ സൈഡ് കഴിഞ്ഞാൽ പിന്നെ റബ്ബർ തോട്ടത്തിൻ്റെ മഹാസാഗരമാണ്. നല്ല രസമാണ്, നല്ല തണലും കാറ്റും ഒക്കെ കിട്ടും. ഇതാണ് നമ്മളെ വീട്ടിലോട്ട് പോകുന്ന തേരിറക്കം. പിന്നെ തേനീച്ചയിൽ നിന്ന് തേനെടുക്കുന്ന ഇതുണ്ടായിരുന്നു, വാഴക്കൃഷി ഉണ്ടായിരുന്നു. കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ കുറേ നാളിന് ശേഷം ഇപ്പോഴാണ് പോണേ. പട്ടി ബാത്റൂമിൻ്റെ അകത്ത് കയറി ഒളിച്ച് നിൽക്കണ. ഞാൻ ട്രാപ്പിഡ് കെട്ടിയിടുമെന്നുള്ള വിശ്വാസത്തിലാണ് വന്നത് ഞാൻ. അങ്ങനെ ഞാൻ റൂമിൽ കയറി പൂട്ടി. ഗൈസ്, എനിക്ക് വയ്യ പട്ടിയുടെ കടിയുള്ള. ഇതാണ് അനിയത്തി. ഞാൻ റൂമിൽ നിന്ന് വെളിയിൽ ഇറങ്ങാത്തതുകൊണ്ട് കുട്ടൂസിനെയും നോറോനെയും പിടിച്ച് കെട്ടിയിട്ട് കുഞ്ഞമ്മ. അത് കഴിഞ്ഞ് അടുക്കളയിൽ പോയി ദോശയും കറിയൊക്കെ ആയിട്ട് എടുത്ത് കഴിച്ച്. ഇതവർക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് കിട്ടിയ ചോക്ലേറ്റ്സ് ആണ്, അതൊന്ന് അടിച്ചു മാറ്റിയിരുന്നു. ഒരുങ്ങാത്തതുകൊണ്ടാണ് ഫേസ് കാണിക്കാത്തത്. അങ്ങനെ വീടൊക്കെ എത്തി, ഫുഡൊക്കെ കഴിച്ച് സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. ബൈ ബൈ.